മസാജ് പാർലറിനെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടി. എറണാകുളം പാലാരിവട്ടം പൈപ്പ് ലൈനിലെ മസാജ് പാർലറിനെതിരെയാണ് പെൺകുട്ടി പരാതി നൽകിയത്. ടെലികോളർ തസ്തികയിലേക്ക് വിളിച്ചു വരുത്തി അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിച്ചു. ഒരു മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായി. പാലാരിവട്ടത്തിന് പുറമെ കാക്കനാടും കുണ്ടന്നൂരും ഇവർക്ക് മസാജ് പാർലറുണ്ട്. പാർലറിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി പറഞ്ഞു. സ്പെഷ്യൽ സ്ക്വാഡിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇവിടെ സ്ഥിരം സന്ദർശകരായി എത്താറുണ്ടെന്നാണ് ആരോപണം. പെൺകുട്ടികളുടെ വീട്ടിലെ സാമ്പത്തിക പരാധീനത പറഞ്ഞാണ് ചൂഷണം ചെയ്യുന്നത്. കോളേജ് വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. ടെലികോളർ എന്ന തസ്തികയിലേക്ക് ഓൺലൈൻ പരസ്യം കണ്ടാണ് പെൺകുട്ടി അപേക്ഷ നൽകുന്നത്. മസാജിംഗ് സെന്ററിലേക്കാണ് എന്ന് അറിഞ്ഞപ്പോഴേ കുട്ടി സംശയങ്ങൾ പ്രകടിപ്പിച്ചു. എന്നാൽ വരുന്ന ഫോൺ കോളുകൾക്ക് മറുപടി നൽകിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ജോലിയിൽ കയറാൻ നിർബന്ധിക്കുകയായിരുന്നു. സ്പായുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന കൊച്ചിയിലെ ചില അനാശ്വാസ കേന്ദ്രങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന വാർത്തകൾ മുൻപ് വന്നിരുന്നു. ഈ സ്ഥാപനങ്ങൾക്കെതിരെ ജില്ലാ പോലീസിൽ നിന്ന് തന്നെ നടപടികളും ഉണ്ടായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇത്തരം റാക്കറ്റുകളുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അതേസമയം തങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മസാജിംഗ് സെന്ററിന്റെ അധികൃതർ പറഞ്ഞു. മുൻപ് പല ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചു വ്യാജ മദ്യവും കഞ്ചാവ് വിൽപ്പനയും നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. പരാതി ലഭിച്ചിട്ടും സ്വാധീനത്തിന്റെ മറവിൽ അവരൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി വാർത്തകളാണ് പുറത്തുവരുന്നത്. പലപ്പോഴും രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും ഈ സംഘം രക്ഷപ്പെടുകയാണ് പതിവ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.